നമുക്കറിയാം ഇതൊരു ഹജ്ജിൻ്റെ വേളയാണ്. മക്കയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരാണ് ഹജ്ജിനായി പുറപ്പെട്ടത്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുന്നത്, സ്വപ്നതുല്യമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ്. അവർ അതിനുവേണ്ടി പ്രയത്നിക്കാറുണ്ട്, ഒരുപാട് സ്വപ്നം കാണാറുണ്ട്. തൻ്റെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും ആ ഹജ്ജ് കർമ്മം തനിക്ക് ചെയ്യാൻ കഴിയണമേ എന്ന് അവർ പടച്ചവനോട് നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ എക്കാലത്തെയും വലിയൊരു സ്വപ്നമാണ്. പക്ഷെ അത്രത്തോളം ആഗ്രഹിച്ച് ചെയ്യുന്ന ആ ഒരു ഹജ്ജ് കർമ്മം അത് വെറുതെ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, അത് പടച്ചവൻ സ്വീകരിക്കുമോ എന്നുള്ളത് കൂടി നാം എല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് പ്രവാചകൻ പറയുന്നുണ്ട്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ്. അയൽവാസി എന്നാണ് പറയുന്നത്. അയൽവാസി ഏതു മതവിഭാഗത്തിൽപ്പെട്ട ആളുമായിരിക്കാം. ആ മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ വയറ് നിറച്ചുണ്ണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മിൽപ്പെട്ടവനല്ല, അതായത് നിങ്ങൾ മുസ്ലിം അല്ല എന്നാണ് പ്രവാചകൻ അവിടെ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, കുടുംബക്കാർ അവർ പട്ടിണി കിടക്കുമ്പോൾ, അവർ വലിയ രീതിയിലുള്ള രോഗങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ നമ്മൾ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹജ്ജ് സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നോക്കൂ, ഞാനൊരു മനോഹരമായ ഒരു സന്ദേശം നൽകുന്ന ഒരു വീഡിയോ കണ്ടു. പൈസ 1500 രൂപ. അല്ലെ 500 രൂപ എന്റെ ഉമ്മാക്കാണ്. നോമ്പക്കല്ലേ ബിജു എന്നാന്ന് പറഞ്ഞു ഉമ്മ കൊടുത്തേട്ടാ. അൽഹംദുലില്ലാ, ഇതുകൂടി കൂട്ടി വെക്കുമ്പോഴേ 2.5 ലക്ഷം രൂപ തകയും. അതെന്താണത്? ഞാൻ എൻ്റെ ഉമ്മയും കൂടി 10 വർഷമായി കാശ് കൂട്ടി വെക്കുന്നത് എൻ്റെ ഉമ്മാനെ അജ്ജിന് പറഞ്ഞയക്കാൻ. ഇപ്പൊ 2.5 ലക്ഷം രൂപ തകഞ്ഞു. എൻ്റെ ഉമ്മാനെ ഇത്തവണ എന്തായാലും ഞാൻ അജ്ജിന് പറഞ്ഞയക്കണം. അടിപൊളിയല്ല. അത് കാശുകളും വേണ്ട 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 തകഞ്ഞടാ. ഇല്ല ഇല്ല ഇല്ല, മതിയടാ, മതി മതി. വേണ്ട, തകയും. അപ്പൊ ഉമ്മാനോട് എനിക്കും എന്റെ അമ്മക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറ. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ പോയിക്കോട്ടെ. നാളെ പണിക്ക് പോയോട്ടാ. ഉമ്മ, ഇന്നത്തെ പണിക്കാശ് 1000 രൂപ, പിന്നെ അവൻ എനിക്ക് 500 രൂപ വേണ്ടി തന്നിട്ടുണ്ട്. ഇതുകൂടി കൂട്ടി വെക്കുമ്പോഴേ നമ്മുടെ 2.5 ലക്ഷം രൂപ തകഞ്ഞു. ഉമ്മ അതുകൊണ്ട് പെട്ടിയിൽ വെക്ക്. ഉമ്മയുടെ 10 വർഷമായിട്ടുള്ള ഉമ്മയുടെ സ്വപ്നം ഉണ്ടല്ലോ ഹജ്ജിന് പോകണമെന്നുള്ളത്, അത് ഇതോടുകൂടി യാഥാർത്ഥ്യവും. ഇത്തവണ എന്തായാലും ഉമ്മ ഹജ്ജിന് പോകും. ഒരു കാര്യം പറയട്ടെ. പറ ഉമ്മ, ഉമ്മ പറ. ഈ പൈസ മുന്താസിന്റെ മോക്ക് കൊടുക്ക. ഏത് മുന്താസ്? എന്റെ കൂട്ടുകാരത്തെ, അവള് മരിച്ചേപ്പിന് ഞാൻ അതിൽ പോയിട്ടില്ല. നടക്കൂലട്ടുമ്മ, ഇതിന്ന് 1 രൂപ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല. 10 വർഷമായിട്ടേ ഉമ്മ വെല്ലോന്റെ വീട്ടിൽ അടുക്കളപ്പണി എടുത്തിട്ടുള്ള കാശാണിത്. പിന്നെ ഞാനേ വാർക്കപ്പണിക്കും കൂലിപ്പണിക്കും പോയി ഉണ്ടാക്കിയ കാശാണ്. ഇതിന്ന് ഒരാൾക്കും 1 രൂപ കൊടുക്കാൻ ഞാൻ സമ്മതിക്കൂല ഉമ്മ. ഞാൻ ഇന്ന് അവളെ പോന്നപ്പോഴേ അവൾ തീരെ വയ്യാണ്ട് കിടക്കണം. മുന്താസിന്റെ മോൾ അവർക്ക് കൊടുക്കാം. വലിയ എന്തോ വയ്യാഴിയാണോ, 3 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പൊ ഉമ്മ കണ്ട സ്വപ്നോ 10 വർഷമായിട്ട് നമ്മ കൂട്ടിവെച്ച കാശ് ഇപ്പൊ അവർക്ക് കൊണ്ട് കൊടുത്താല് ഉമ്മ പിന്നെ എങ്ങനെ ഹജ്ജ് ചെയ്യും? ഉമ്മ നാട്ടുകാരെന്ന് പിഴിപ്പിച്ച് കുറച്ച് കാശായിട്ടുണ്ട്. നമ്മുടെ ഈ പൈസ കൂടെ കൊടുത്താല് ഓപ്പറേഷൻ വൈകാണ്ട് പോകുമല്ലോ. ചായ അടുപ്പിക്കാൻ പോലും പഞ്ചസാരയും ചായലയും പോലും ഇല്ല അവിടെ. കണ്ടാ സങ്കടം വരും മോനെ നമുക്ക്. അതിനൊരു നിസ്കാരക്കുപ്പായം പോലും നല്ലതില്ല. കഴുകിട്ടേക്കണ മഞ്ഞ കളർ പഴയതായി. ആ കുഞ്ഞുമക്കൊക്കെ ഡ്രസ്സ് ഈ റംസാൻ മാസമായിട്ട് നല്ലൊരു കാര്യം അതല്ലേ മോനെ. ഉമ്മ ഞാനുണ്ടാക്കിയ പൈസ അല്ലേ, ഒരാളോടും കണക്ക് പറയണ്ട. ഉമ്മയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഉമ്മ ഒരു കാര്യം ചെയ്യും, ഉമ്മ റെഡിയാവും. നമുക്ക് ആ കാശ് അവർക്ക് കൊണ്ട് കൊടുക്കാം. ചെല്ലു മോളെ, ഉറങ്ങണോ? ഉമ്മ ഇരിക്കേ. മോള് കിടന്നോ? മോള് കിടന്നോ? ഇവിടെ ഇരിക്കാനൊക്കെ ഇത്തിരി സൗകര്യം കുറവുണ്ട് കേട്ടോ. കുഴപ്പമില്ല മോളെ. മോളെ, കാലത്ത് ഇവിടെ വന്ന് പോയിട്ട് എനിക്കൊരു സമാധാനമില്ല. ഉമ്മ ഹജ്ജിന് പോകാൻ വെച്ചിരുന്ന പൈസന് 2 ലക്ഷം രൂപയുണ്ട്. മോളെ ഓപ്പറേഷൻ എത്രയും പേര് നടക്കട്ടെ. ഉമ്മ, ഇതെന്റെ വിധിയാണ്. എന്റെ ഉമ്മ മരിക്കണതിന് മുന്നേ പറയുമായിരുന്നു, എന്റെ കൂട്ടുകാരത്തി ഫാത്തിമ ഹജ്ജിന് പോകാനായിട്ട് പൈസ കൂട്ടിവെക്കണ കാര്യം. ഇത് ഉമ്മ ഇത്രയും കാലമായിട്ട് കഷ്ടപ്പെട്ട് കൂട്ടിവെച്ച പൈസ അല്ലേ. ഏകദേശം 10 വർഷമായില്ലേ ഇതിനു വേണ്ടി നടക്കണം. ഈ പൈസ എനിക്ക് വേണ്ട ഉമ്മ. എന്തായാലും ഉമ്മയുടെ ഹജ്ജ് നടക്കട്ടെ. നിന്റെ ഈ പ്രയാസം കണ്ട് ഞാൻ ഹജ്ജിന് പോയാലേ എന്റെ ഹജ്ജ് പടച്ചോ സ്വീകരിക്കൂല. ഈ പൈസ ഉമ്മ പൊരുത്തപ്പെട്ട് തരികയാണ്. നിന്റെ ഓപ്പറേഷൻ നടക്കണം. എന്റെ ഹജ്ജ് ഇവിടെ പൂർത്തിയാകുകയാണ്. വർഷങ്ങളായി ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഉമ്മയും മകനും കൂടി
അവർ സ്വരൂപിച്ചു വെച്ച പൈസ ആ ഉമ്മ അവരുടെ സുഹൃത്തായ മകളുടെ അടുക്കലേക്ക് ചികിത്സയുടെ സഹായമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടു കൊടുക്കുന്നതാണ് ഈ വീഡിയോയുടെ ഒരു കഥയെന്ന് പറയുന്നത്. നമുക്ക് എത്ര മനോഹരമായ ഒരു സന്ദേശമാണ് ഇവർ നൽകുന്നത്. നിരവധി കണ്ടന്റ് ക്രിയേറ്റർമാരൊക്കെ ഉണ്ട്. അവർ വെറുതെ ഒരു കണ്ടന്റൊക്കെ ഉണ്ടാക്കി തട്ടിക്കൂട്ടി ചെയ്യുക എന്നുള്ളതാണ് പതിവ്. പക്ഷേ ഇവരുടെ ഈ ഒരു കണ്ടന്റിലൂടെ വലിയൊരു സന്ദേശം, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുന്ന വലിയൊരു സന്ദേശം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയാകണം കണ്ടന്റുകളൊക്കെ ചെയ്യേണ്ടത്. വെറുതെ ഒരു കാട്ടിക്കൂട്ടലുകൾക്കപ്പുറം മനുഷ്യന്മാർക്ക് നല്ല ഒരു സന്ദേശം നൽകുന്ന ഇത്തരം കണ്ടന്റുകളാണ് ഇന്നത്തെ കാലത്തിന് ഏറ്റവും ആവശ്യം. നമുക്കിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് മനോഹരമായ ഒരു ചരിത്രമാണ്. ഹജ്ജ് ചെയ്യാതെ ഹജ്ജിൻ്റെ പുണ്യം കരസ്ഥമാക്കിയ ഒരു ചെരുപ്പ് കുത്തിയായ ഒരു മനുഷ്യൻ്റെ ചരിത്രം. പണ്ടൊരു സ്വഹാബി ഹജ്ജ് ചെയ്ത ശേഷം ഹറമിൽ വിശ്രമിക്കുകയായിരുന്നു. 2 മലക്കുകൾ ആകാശത്തു നിന്നും ഇറങ്ങി വരുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടു. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിച്ചു, ഇക്കൊല്ലം എത്ര പേർ ഹജ്ജിൽ പങ്കെടുത്തു? 6 ലക്ഷം പേരെന്ന് മറ്റേ മലക്ക് പറഞ്ഞപ്പോൾ ഇവരിൽ എത്ര ആളുകളുടെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്നായി ചോദ്യം. ആരുടെയും ഹജ്ജ് സ്വീകാര്യമായില്ല എന്നായിരുന്നു മറുപടി. പിന്നീട് മലക്ക് പറഞ്ഞു, പക്ഷേ ഡമസ്കസിലെ മുവഫക്ക് എന്ന ഒരു ചെരുപ്പ് കുത്തി ഹജ്ജിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അയാൾക്കതിൻ്റെ പുണ്യം ലഭിക്കുകയും അയാളുടെ ഹജ്ജിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കേട്ടുണർന്ന സുഹാബി താമസിയാതെ ഡമസ്കസിലേക്ക് പുറപ്പെട്ടു. ചെരുപ്പ് കുത്തിയായ ആ മുവഫക്കിനെ അന്വേഷിച്ച് കണ്ടെത്തി. എന്നിട്ട് അദ്ദേഹം കണ്ട ആ ഒരു സ്വപ്നം അയാൾക്ക് വിവരിച്ചു കൊടുത്തു. ഈ ഉന്നതമായ പദവി താങ്കൾക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ആ സുഹാബി ആ മനുഷ്യനോട് ചോദിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുണ്ടായ ആ ഒരു കാര്യം അദ്ദേഹത്തോട് പറയുന്നത്. എനിക്ക് ഹജ്ജ് യാത്രയ്ക്ക് ആഗ്രഹം തുടങ്ങിയിട്ട് കാലം കുറേ ആയെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആ സ്വപ്നം പൂവണിഞ്ഞില്ല. വളരെ സാഹസപ്പെട്ട് ചെരുപ്പ് തുന്നി 300 ദിർഹം സമ്പാദിച്ച് ഞാൻ ഇക്കൊല്ലം ഹജ്ജിന് ഒരുങ്ങിയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ഗർഭിണിയായ എൻ്റെ ഭാര്യയ്ക്ക് അയൽപ്പക്കത്ത് നിന്ന് മാംസത്തിൻ്റെ വാസന ഏറ്റപ്പോൾ അവൾക്ക് ആ ഭക്ഷണത്തോട് കൊതി തോന്നി എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചത്. അല്പം ഭക്ഷണം ചോദിക്കാനായി ഞാൻ അയൽവാസിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നപ്പോൾ അവരോട് എൻ്റെ ഭാര്യയുടെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എൻ്റെ അനാഥ മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അവരുടെ വിശപ്പിന് പരിഹാരം തേടി അലഞ്ഞപ്പോൾ ഒരു ചത്ത ആടിൻ്റെ ശവമാണ് ഞാൻ കണ്ടത്. ആ ശവത്തിൻ്റെ മാംസമാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അതിൻ്റെ വാസനയായിരിക്കും താങ്കളുടെ ഭാര്യയ്ക്ക് കിട്ടിയത്. ജീവൻ നിലനിർത്താൻ മറ്റൊന്ന് ലഭിക്കാത്തതിനാൽ ഞങ്ങൾക്കത് ഹലാലാണല്ലോ, പക്ഷേ നിങ്ങൾക്കും ഭാര്യയ്ക്കും അത് ഹറാമല്ലേ? ഇത് കേട്ട ആ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ സ്വന്തത്തോട് തന്നെ ലജ്ജ തോന്നി. അദ്ദേഹം നേരെ വീട്ടിലേക്കെത്തി. ഹജ്ജ് യാത്രയ്ക്ക് ഒരുക്കി വച്ചിരുന്ന ആ 300 ദിർഹം എടുത്ത് ആ അനാഥകളുടെ ആവശ്യത്തിന് ചിലവാക്കാൻ ആ അയൽവാസിക്ക് നൽകി. വീട്ടുമുറ്റത്ത് തന്നെ ഹജ്ജുള്ളപ്പോൾ എന്തിന് മക്കയിലേക്ക് പോകണമെന്ന് അദ്ദേഹം കരുതി. ഇതായിരിക്കാം ഞാൻ ചെയ്ത പുണ്യമെന്നായിരുന്നു അദ്ദേഹം ആ സ്വഹാബിയോട് പറഞ്ഞ മറുപടി. നമുക്ക് നമ്മുടെ അയൽവാസികളും നമ്മുടെ കുടുംബക്കാരും പട്ടിണിയും പ്രയാസത്തിലും കഴിയുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാതെ ആ ഹജ്ജും ഉംറയും നിർവഹിച്ചതുകൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളതാണ് ഈ ചരിത്രവും ഈ സംഭവമെല്ലാം നമ്മോട് പറഞ്ഞു വെക്കുന്നത്.